എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുക എഫ് ടെസ്റ്റിൻ്റെ രണ്ടാമത് ഉപയോഗമാണ്. അതായത് ടു ടെസ്റ്റ് ദ ഇക്വാളിറ്റി ഓഫ് മീൻസ് ഓഫ് ത്രീ ഓർ മോർ പോപ്പുലേഷൻസ് ഓർ അനാലിസിസ് ഓഫ് വേരിയൻസ്. എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ്? അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിനെ നമ്മൾ അനോവ എന്ന് ആണ് വിളിക്കുക. അനാലിസിസ് ഓഫ് വേരിയൻസ്. അനാലിസിസ് ഓഫ് വേരിയൻസ് ടെക്നിക്ക് നമ്മൾ അഗ്രികൾച്ചറൽ റിസർച്ചിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്പുട്ടിൻ്റെ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ വിളവ് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. അതിനുപയോഗിക്കുന്ന വിത്ത്, അതിനുപയോഗിക്കുന്ന ഫെർട്ടിലൈസർ വളം, ലാൻഡിൻ്റെ പ്രത്യേകത, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ ഇതെല്ലാം ആ ഗോതമ്പിൻ്റെ വിളവ് അല്ലെങ്കിൽ അതിൻ്റെ ഈൽഡ് എത്രമാത്രം ഉണ്ട് എന്നത് ഈ പറയപ്പെടുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. ഫെർട്ടിലൈസർ, അപ്പോൾ ആയതിനാൽ ഫെർട്ടിലൈസർ ഒരു വേരിയബിളാണ്. അതിൻ്റെ ടൈപ്പ് ഓഫ് ലാൻഡ് മറ്റൊരു വേരിയബിളാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻ മറ്റൊരു വേരിയബിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ സീഡിൻ്റെ ടൈപ്പ് മറ്റൊരു വേരിയബിളാണ്. അങ്ങനെ ഗോതമ്പിൻ്റെ ഈൽഡ് അഥവാ വിളവ് പലതരത്തിലുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈൽഡിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് പർട്ടിക്കുലർ ലാൻഡിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിൻ്റെ ഈൽഡിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ. ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ വേരിയൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുക. അനാലിസിസ് ഓഫ് വേരിയൻസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വൺ വേ അനോവ അഥവാ വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ്. മറ്റൊന്ന് ടു വേ അനോവ, ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ്. Analysis of variance technique is used to test whether the means of several samples differ significantly. Analysis of variance technique was for merely used in agricultural research, but now the technique finds useful applications in the field of both natural and social science. Professor Ronald A. Fisher introduced a method of studying the variation called analysis of variance. പലപ്പോഴും ഈ പറയപ്പെടുന്ന സാമ്പിൾസിൻ്റെ വേരിയേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ട് ആർ എ ഫിഷർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുക. അനാലിസിസ് ഓഫ് വേരിയൻസിൽ പ്രധാനമായും നമ്മൾ പഠിക്കുക, ഒന്ന്
രണ്ടോ അതിലോ അധികമോ ഉള്ള സാമ്പിൾ ഗ്രൂപ്പുകളുടെ വേരിയൻസുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവയുടെ വേരിയൻസുകൾ തുല്യമാണോ എന്നുള്ളതാണ്. രണ്ടാമതായി, രണ്ടോ അതിലധികമോ ഉള്ള സാമ്പിൾ ഗ്രൂപ്പുകളുടെ മീൻ തുല്യമാണോ, അഥവാ അവ തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് പഠിക്കുക. മൂന്നാമതായി, നമ്മൾ എടുത്തിരിക്കുന്ന ഡിഫറൻറ്റ് സാമ്പിൾസ് സെയിം പോപ്പുലേഷനിൽ നിന്നാണോ അഥവാ സെയിം പോപ്പുലേഷൻ വേരിയൻസ് ഉള്ള പോപ്പുലേഷനിൽ നിന്നാണോ നമ്മൾ എടുത്തിരിക്കുന്ന ഡിഫറൻറ്റ് സാമ്പിൾസ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുക. So, analysis of variance may be defined as a technique which analyzes the variance of 2 or more comparable series or samples for determining the significance of differences in their arithmetic means and for determining whether different samples under study are drawn from same population or not with the help of the statistical technique called F-test. അനാലിസിസ് ഓഫ് വേരിയൻസിൽ പ്രധാനമായും നമ്മൾ പഠിക്കുക അനാലിസിസ് ഓഫ് വേരിയൻസ് അതിൻ്റെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ ഓർ ഓൾ ദി സാമ്പിൾസ് ബിലോങ് ടു ദി സെയിം പോപ്പുലേഷൻ ഹാവിങ് സെയിം വേരിയൻസ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന മീൻസ് എല്ലാം ഈക്വൽ ആണ് എന്ന്, അല്ലെങ്കിൽ ആ ഡിഫറൻറ്റ് സാമ്പിൾസിൻ്റെ മീൻ തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡിഫറൻറ്റ് സാമ്പിൾസ് സെയിം വേരിയൻസ് ഉള്ള പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. തുടർന്ന് അത് അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് സാധാരണ പോലെ തന്നെ നമുക്കൊരു അത് സോൾവ് ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ടാവും. ദെൻ എഫ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ടേബിൾ വാല്യൂവും ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷനിലെത്തുക. അത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് അർത്ഥമാക്കുക എന്താണ്, പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ സെയിം വേരിയൻസ് ഉള്ള പോപ്പുലേഷനിൽ നിന്നാണ് ആ സാമ്പിൾസ് എല്ലാം എടുത്തിരിക്കുന്നത് എന്നുള്ള അനുമാനത്തിലാണ് എത്തിച്ചേരുക. റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ സാമ്പിൾസ് തമ്മിലുള്ള മീൻസ് ഈക്വൽ അല്ല എന്നുള്ള അർത്ഥം. അതോടൊപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഡിഫറൻറ്റ് സാമ്പിൾസ് സെയിം വേരിയൻസ് ഉള്ള പോപ്പുലേഷനിൽ നിന്ന് അല്ല എന്നുള്ള തീരുമാനത്തിലുമാണ് എത്തുക. So, we accept the null hypothesis. In that case, we conclude that samples do not differ significantly or both the samples belong to the population with the same variances. അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ അസംപ്ഷൻസ് എന്ന് പറയുക, ഒന്ന്, നമ്മളെടുക്കുന്ന സാമ്പിൾസ് അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നായിരിക്കും. 2, അതിൻ്റെ പോപ്പുലേഷൻ്റെ വേരിയൻസ് സെയിം ആയിരിക്കും. 3, അത് പോപ്പുലേഷനിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. 4, അത് നോൺ കോറിലേറ്റഡ് റാൻഡം വേരിയബിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ
സാമ്പിൾസിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. മറ്റൊന്ന് അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മീൻ സീറോയും കോമൺ വേരിയൻസ് സിഗ്മ സ്ക്വയറും ആയിരിക്കും. അതുപോലെ അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുക, ഇത് പ്രധാനമായിട്ടും രണ്ടോ അതിലധികമോ ഉള്ള സാമ്പിൾസിൻ്റെ വേരിയൻസ് അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ സാമ്പിൾസിൻ്റെ മീൻ തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പിൾസിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേരിയൻസ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുമായിട്ടാണ് അനോവ ഉപയോഗിക്കുക. അനാലിസിസ് അടുത്തതായി നമ്മൾ പഠിക്കുക വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസിനെ കുറിച്ചാണ്. ഇവിടെ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചാൽ ഗോതമ്പിൻ്റെ വിളവിനെ പറ്റി തന്നെ, അഥവാ ഗോതമ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഗോതമ്പിൻ്റെ ഈൽഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ആ ഗോതമ്പിൻ്റെ ഈൽഡിനെ പറ്റി നമ്മൾ പഠിക്കാൻ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ ഗോതമ്പിൻ്റെ ഈൽഡിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗോതമ്പിൻ്റെ ഈൽഡിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങൾ ഉണ്ട്. ഫെർട്ടിലൈസർ ഉണ്ട്, ലാൻഡിൻ്റെ ടൈപ്പ് ഉണ്ട്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സീഡിൻ്റെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫെർട്ടിലൈസറിനെ മാത്രം പരിഗണിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈൽഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? That is, here the only one variable is the effect of fertilizers on yield. അപ്പോൾ ഒരു 5 ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കുന്നു, എന്നിട്ട് ഈ ഗോതമ്പിൻ്റെ ഈൽഡിൽ വ്യത്യാസമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുക. അപ്പോൾ 5 ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫെർട്ടിലൈസർ 1, ഫെർട്ടിലൈസർ 2, ഫെർട്ടിലൈസർ 3, ഫെർട്ടിലൈസർ 4 ആൻഡ് ഫെർട്ടിലൈസർ 5. അപ്പോൾ ഈ 5 സാമ്പിൾ ഗ്രൂപ്പുകളാണ് നമുക്കുണ്ടാവുക. അപ്പോൾ ആ 5 സാമ്പിൾ ഗ്രൂപ്പുകളുടെ വേരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുക. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ മീൻ കാണണം, അതിൻ്റെ വേരിയൻസ് കാണണം. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില സ്റ്റെപ്പുകളുണ്ട്, അത് നമ്മൾ തുടർന്ന് കാണുന്നതാണ്. അപ്പോൾ വൺ വേ ക്ലാസിഫിക്കേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ പ്രധാനമായിട്ടും 3 എഫക്റ്റുകൾ വരാം. ഒന്ന് ജനറൽ എഫക്റ്റ്, മറ്റൊന്ന് എഫക്റ്റ് ബേസ്ഡ് ഓൺ പർട്ടിക്കുലർ ക്രൈറ്റീരിയൻ, ദെൻ എഫക്റ്റ് ഓഫ് അൺനോൺ ഫാക്ടേഴ്സ്.
അപ്പോൾ നമ്മളിവിടെ ഗോതമ്പിൻ്റെ ഈൽഡുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ജനറൽ എഫക്റ്റ് ഉണ്ടാവാം. ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫക്റ്റ് ഉണ്ടാകാം. പിന്നീട് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റ് ഉണ്ടാകാം. അപ്പം അതിനെ നമുക്ക് ഇപ്രകാരം എക്സ്പ്രസ് ചെയ്യാം. xij is equal to mu plus alpha I plus eij, where xij is any observation, mu is the general effect, alpha I is the effect of ith fertilizer, and eij is the effect of unknown factor. വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കുക. ആദ്യമേ തന്നെ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക. അത് ഇപ്രകാരം നമുക്ക് എഴുതാം. പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ or all the samples belong to the same population having same variance. അതിനുശേഷം ഇതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ കണ്ടെത്തണം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുക എഫ് റേഷ്യോ, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു MSC ഡിവൈഡഡ് ബൈ MSE എന്നാണ്. MSC എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ ബിറ്റ്വീൻ കോളംസ് അല്ലെങ്കിൽ മീൻ സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾസ് എന്നാണ് അർത്ഥമാക്കുക. MSE എന്ന് പറയുക മീൻ സ്ക്വയർ വിത്തിൻ സാമ്പിൾസ് ഓർ മീൻ സ്ക്വയർ എറർ എന്നുമാണ് അർത്ഥമാക്കുക. ഇനി MSC എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, MSE എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? അതിനായി ഏതാനും പുതിയ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ടി കാൽക്കുലേറ്റ് ചെയ്യുക. ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ് എന്നാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കോളംസ് ആൻഡ് റോസ് ആയിട്ടായിരിക്കും നമുക്ക് നൽകിയിരിക്കുക. ആ ടേബിളിലെ ഓരോ ഒബ്സർവേഷനും കൂട്ടിയെടുക്കുക. അതാണ് ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുക SST ആണ്. SST ഈസ് ഈക്വൽ ടു SST എന്നതുകൊണ്ട് അർത്ഥമാക്കുക SST എന്ന് പറയുക ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്നാണ്. അത് നമ്മൾ കണ്ടെത്തുക സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്നാണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റോയിലും കോളത്തിലുമായിട്ട് തന്നിരിക്കുന്ന ഓരോ ഫിഗേഴ്സിൻ്റെയും സ്ക്വയർ എടുത്ത് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോഴാണ് കിട്ടുക. അതിൽ നിന്നും ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ടി നമ്മൾ തൊട്ട് മുൻപ് എല്ലാ ആ റോയുടെയും കോളത്തിൻ്റെയും എല്ലാ ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ എടുക്കുന്നതാണ് ടി എന്ന് പറയുക. അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റോയുടെയും കോളത്തിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് അതിൻ്റെ n എന്ന് പറയുക. ഇപ്പം 4 കോളവും 5 റോയുമാണ് ഉള്ളതെങ്കിൽ 4 × 5
20 അതായിരിക്കും n എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുക. ഇനി അടുത്തതായി SSC എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് സൂചിപ്പിക്കുക സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളംസ് ഓർ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടെത്തുന്നത് SSC is equal to sigma x1 all square divided by n1 plus sigma x2 all square divided by n2 minus t square divided by n എന്നാണ്. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുക മീൻ തമ്മിലുള്ള ഓരോ സാമ്പിളിൻ്റെയും മീൻ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്ത് അതിൽ നിന്നും ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ലെസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ x1 എന്ന് സിഗ്മ x1 എന്ന് ഉദ്ദേശിക്കുക ഫസ്റ്റ് സാമ്പിളിൻ്റെ ടോട്ടൽ എടുക്കുന്നു, അതിനെ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ എത്ര സാമ്പിൾ ഉണ്ടോ 5 സാമ്പിൾ ഉണ്ടെങ്കിൽ 5 സാമ്പിളിൻ്റെയും ടോട്ടൽ എടുത്ത് അതിനെ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ലെസ് ചെയ്യുമ്പോഴാണ് SSC കിട്ടുക. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് SSE ആണ്. സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾസ് അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് എറർ എന്നുള്ളതാണ് അർത്ഥമാക്കുക. അത് നമുക്ക് SST മൈനസ് SSC എന്നാണ്. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്നും സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളംസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് SSC കിട്ടും. ഇത്രയും കാര്യങ്ങൾ ലഭിച്ചാൽ നമുക്ക് MSCയും MSEയും കാൽക്കുലേറ്റ് ചെയ്യാം. MSC കാൽക്കുലേറ്റ് ചെയ്യുക SSC ഡിവൈഡഡ് ബൈ K മൈനസ് 1 എന്നുള്ളതാണ്. SSC നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. K മൈനസ് 1 K എന്ന് പറയുക ഓരോ കോളത്തിൻ്റെയും നമ്പറിനെയാണ് സൂചിപ്പിക്കുക. 4 കോളം ഉണ്ടെങ്കിൽ ആ 4 മൈനസ് 1 3 എന്നുള്ള അർത്ഥത്തിൽ. MSC എന്ന് പറയുന്നത് SSC ഡിവൈഡഡ് ബൈ n മൈനസ് K എന്നാണ്. SSCയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. n എന്ന് പറയുന്നത് നമ്മൾ കണ്ടു റോ ഇൻറ്റു കോളമാണ്. K എന്ന് പറയുന്നത് കോളത്തിൻ്റെ നമ്പരുമാണ്. ഇത്രയും കാര്യങ്ങൾ ലഭിച്ചാൽ പിന്നെ നമ്മൾ എന്താണ് F റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അതിങ്ങനെയാണ് MSC ഡിവൈഡഡ് ബൈ MSE. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. അതിനുശേഷം നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക K മൈനസ് 1 n മൈനസ് K ആയിരിക്കും. അപ്പോൾ F ടേബിളിൽ അതിൻ്റെ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ N1 N2 എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപ് കണ്ടെത്തിയതുപോലെ തന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് നമ്മളതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടെത്തുക. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് എങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലാത്ത സാഹചര്യത്തിൽ അത് റിജക്റ്റ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണുന്നതാണ്. അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ റിസൾട്ട് നമ്മളൊരു ടേബിൾ ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് അനോവ ടേബിൾ എന്ന് പറയുക. അനോവ ടേബിൾ പ്രസൻസ് ദി വേരിയസ് റിസൾട്ട്സ് ഒബ്റ്റൈൻഡ് വൈൽ ക്യാരിങ് ഔട്ട് ദി അനാലിസിസ് ഓഫ് വേരിയൻസ്. അതിൽ 4 കോളംസ് ഉണ്ടാകും. ഫസ്റ്റ് വൺ സോഴ്സസ് ഓഫ് വേരിയേഷൻ, അവിടെ ബിറ്റ്വീൻ സാമ്പിൾസ്, വിത്തിൻ സാമ്പിൾസ്, സം ഓഫ് സ്ക്വയേഴ്സ്, അവിടെ നമ്മുടെ SSC ബിറ്റ്വീൻ സാമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട്, SSC വിത്തിൻ സാമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ബിറ്റ്വീൻ സാമ്പിൾസിൽ K-1, വിത്തിൻ സാമ്പിൾസിൽ N-K, അതിൻ്റെ എല്ലാം ടോട്ടൽ എന്ന് പറയുക. സം ഓഫ് സ്ക്വയേഴ്സിൽ അതിൻ്റെ SST, ഡിഗ്രി ഓഫ് ഫ്രീഡം N-1, മീൻ സ്ക്വയർ എന്ന് പറയുക. ബിറ്റ്വീൻ കോളത്തിൻ്റെ MSC, മീൻ സ്ക്വയർ ബിറ്റ്വീൻ കോളംസ് MSC,
മീൻ സ്ക്വയർ വിത്തിൻ സാമ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്നതാണ്. അത് ഒരു ടേബിൾ ഫോമിൽ നമ്മൾ ഫൈനൽ റിസൾട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അതാണ് അനോവ ടേബിൾ എന്ന് പറയുക. ഇവിടെ നമുക്ക് 5 പ്ലോട്ടും അതിൽ ഉപയോഗിക്കുന്ന 4 വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതോ ഒരു ക്രോപ്പിൻ്റെ ഈൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ 5 പ്ലോട്ടിൽ 4 വ്യത്യസ്തമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ട്രീറ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഫെർട്ടിലൈസേഴ്സ് എന്നായിട്ട് അർത്ഥമാക്കുക. അപ്പോൾ 4 ഡിഫറൻറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈൽഡിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ അതോ അത് തുല്യമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്തുക, അതിൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരുക എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം അവിടെ 4 കോളംസ് ഉണ്ട്, അതുപോലെ തന്നെ 5 റോസും ഉണ്ട്. അപ്പോൾ കോളംസും റോസുമായിട്ടാണ് ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കുക. അപ്പോൾ 4 കോളംസ് എന്ന് പറയുന്ന അതിൻ്റെ 4 സാമ്പിൾ ഗ്രൂപ്പുകളാണ്. അതിൻ്റെ ഈൽഡുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് റേഷ്യോ എന്ന് പറയുക MSC ഡിവൈഡഡ് ബൈ MSE ആണ്. അതായത് മീൻ സ്ക്വയർ ബിറ്റ്വീൻ കോളംസ് ഡിവൈഡഡ് ബൈ മീൻ സ്ക്വയർ വിത്തിൻ സാമ്പിൾസ്. അപ്പോൾ മീൻ സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയുക മീൻ സ്ക്വയർ ബിറ്റ്വീൻ കോളംസ് എന്നാണ്. ദെൻ അതിനുശേഷം മീൻ സ്ക്വയർ വിത്തിൻ സാമ്പിൾസ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിനോടനുബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ തുടർന്ന് കാണുക. അപ്പോൾ നമ്മളുടെ ആൻസറിൻ്റെ ഭാഗമായിട്ട് ആ 4 ഫെർട്ടിലൈസേഴ്സും നമ്മൾ 4 സാമ്പിൾസ് ആയിട്ട് എഴുതുന്നു. X1 ഫസ്റ്റ് സാമ്പിൾ ഗ്രൂപ്പ് X1, ദെൻ സെക്കൻഡ് വൺ X2 എന്നാക്കുന്നു, തേർഡ് സാമ്പിൾ ഗ്രൂപ്പ് X3, ഫോർത്ത് സാമ്പിൾ ഗ്രൂപ്പ് X4. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് നമ്മളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ N എന്ന് പറയുന്നത് 4x5 ആണ്. 4 കോളവും 5 റോയും. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ 20 ആണ്. K എന്ന് പറയുന്നത് എത്ര സാമ്പിൾ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളതാണ്. അവിടെ എത്ര ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അഥവാ ട്രീറ്റ്മെൻറ്റ്. അത് K എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ നമുക്ക് ഓരോ സാമ്പിളിൻ്റെയും ടോട്ടൽ എടുക്കേണ്ടതുണ്ട് നമ്മുടെ തുടർന്നുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ X1ൻ്റെ ടോട്ടൽ 240 ആണ്, X2ൻ്റെ ടോട്ടൽ 330 ആണ്, X3യുടെ ടോട്ടൽ 330 തന്നെയാണ്, X4ൻ്റെ ടോട്ടൽ 400 ആണ്.